ഭീമൻ അദൃശ്യനായി കേദാർനാഥിൽ വന്നിരുന്നു. യുഗങ്ങൾക്ക് മുൻപ് ഹിമാലയത്തിന്റെ നെറുകയിൽ വെച്ച് പാണ്ഡവരിൽ കരുത്തനായ ഭീമൻ ഒരു സത്യം ചെയ്തു. ഈ കേദാർനാഥ് ക്ഷേത്രത്തിന് ഒരു ആപത്തും വരാതെ ഞാൻ കാവൽ നിൽക്കും. കാലം ഒരുപാട് കടന്നുപോയി. 2013 കേദാർനാഥിനെ വിഴുങ്ങിയ ആ മഹാപ്രളയത്തിൽ ഭീമൻ തന്റെ വാക്ക് പാലിക്കാൻ അദൃശ്യനായി വന്നിരുന്നു. ശാസ്ത്രം ഉത്തരം തേടുന്ന ആ മഹാ അത്ഭുത രഹസ്യം. അങ്ങ് ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ കൊടുമുടികൾക്കിടയിൽ മന്ദാകിനി നദിക്കരയിൽ കേദാർനാഥ് എന്ന പുണ്യക്ഷേത്രം നിലകൊള്ളുന്നു. യുഗങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം പാണ്ഡവർ തങ്ങളുടെ പാപമുക്തിക്കായി മഹാദേവനെ തേടി ഇവിടെ എത്തിയെന്നാണ് പുരാണം. അവിടെ വെച്ച് കരുത്തനായ ഭീമൻ ഒരു സത്യം ചെയ്തു. ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം എന്റെ പ്രിയപ്പെട്ട മഹാദേവന്റെ ഈ വാസസ്ഥലത്തിന് ഒരാപത്തും വരാതെ ഞാൻ കാവൽ നിൽക്കും. കാലങ്ങൾ കടന്നുപോയി. ലോകം 2013 ആ കറുത്ത ജൂൺ മാസത്തിലെത്തി. ആ ഭീകരമായ രാത്രി. ആകാശം പിളർന്നു പെയ്യുന്ന മഴ, ഛോരാബാരി തടാകം കരകവിഞ്ഞ് ഹിമാനികൾ ഉരുകി വലിയൊരു ജലപ്രളയം കേദാർനാഥ് താഴ്വരയിലേക്ക് ഇരച്ചുകയറി. പർവ്വതങ്ങളെ പോലും പിഴുതെറിയാൻ കേൾപ്പുള്ള ആ രാക്ഷസ തിരമാലകൾക്ക് മുന്നിൽ മനുഷ്യർ വെറും മണൽ തരികളെ പോലെ ഒഴുകിപ്പോയി. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളും മറ്റും കടപുഴകി വീണു. അലറിക്കൊണ്ടുവരുന്ന ചെളിവെള്ളവും വലിയ പാറക്കൂട്ടങ്ങളും നേരിട്ട് ലക്ഷ്യം വെച്ചത് കേദാർനാഥ് ക്ഷേത്രത്തെയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ആ പുരാതനമായ ശിവക്ഷേത്രം നാമാവശേഷമാകുമെന്ന് തോന്നിപ്പിച്ച നിമിഷം. പെട്ടെന്നാണ് ആ അത്ഭുതം സംഭവിച്ചത്. പ്രളയജലത്തോടൊപ്പം ഒഴുകിവന്ന കൂറ്റനൊരു പാറക്കല്ല് കൃത്യം ക്ഷേത്രത്തിന് തൊട്ട് പിന്നിൽ വന്ന് ഉറച്ചു നിന്നു. ആ പാറ അവിടെ വന്നത് വെറുതെ അല്ലായിരുന്നു. അതൊരു കവചമായി മാറി. ആഞ്ഞടിച്ച പ്രളയജലം ഈ മഹാശിലയിൽ തട്ടി രണ്ടായി മാറി. ക്ഷേത്രത്തിന് മുകളിലൂടെ കയറേണ്ടിയിരുന്ന ജലപ്രവാഹം ആ പാറയിൽ തട്ടി ഇരുവശങ്ങളിലൂടെയും ഒഴുകിപ്പോയി. ചുറ്റുമുള്ള സർവ്വതും നശിച്ചിട്ടും ആ ക്ഷേത്രം മാത്രം ഒരു പോറല് പോലും ഏൽക്കാതെ ആ പുകമഞ്ഞിൽ തലയുയർത്തി നിന്നു. ജലമിറങ്ങിയപ്പോൾ ഭക്തർ ആ കാഴ്ച കണ്ട് വിസ്മയിച്ചു. ക്ഷേത്രത്തെ രക്ഷിക്കാൻ ആ പാറ എവിടെ നിന്ന് വന്നു? അതെങ്ങനെ ആ കൃത്യം സ്ഥാനത്ത് ഉറച്ചു നിന്നു? വിശ്വാസികൾ വിശ്വസിക്കുന്നത് മറ്റൊന്നുമല്ല. യുഗങ്ങൾക്ക് മുമ്പ് ഭീമൻ നൽകിയ ആ വാക്ക്. അദൃശ്യരൂപത്തിൽ ഭീമൻ ആ പാറയെ താങ്ങി നിർത്തി തന്റെ ഈശ്വരനെ സംരക്ഷിച്ചു എന്ന് അവർ ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നും കേദാർനാഥിൽ എത്തുന്നവർ ആ പാറയെ ഭീമശില എന്ന് ഭക്തിയോടെ വിളിക്കുന്നത്. ശാസ്ത്രത്തിന് ഒരുപക്ഷെ ഇതൊരു യാദൃച്ഛികതയാവാം. എന്നാൽ ഭക്തർക്കിത് ഭീമന്റെ അചഞ്ചലമായ കാവലിന്റെ അടയാളമാണ്. ഭീമശിലയുടെയും കേദാർനാഥിന്റെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്, ജയ് കേദാർനാഥ്.